മറുപടി എന്റെ റബ്ബ്, അതേപോലെ ഹാറൂന്റെ റബ്ബ് അത് ഇന്നയാളാണെന്നല്ല. നേരെ മറിച്ച് ഫറോവ ചോദ്യം തന്നെ തെറ്റാ. മൻ റബ്ബുക്കുമാ എന്നാ നീ ചോദിച്ചത്. നിങ്ങൾ രണ്ടുപേരുടെയും റബ്ബാരാണ് എങ്കിൽ ഉത്തരം പറയുമ്പോ ഞങ്ങൾ രണ്ടുപേരുടെയും റബ്ബിനെ കുറിച്ചല്ല ഞങ്ങൾക്ക് പറയാനുള്ളത്. നേരെ മറിച്ച് റബ്ബൂന, ഞങ്ങൾ രണ്ടുപേരുടെയും ഈ ഈജിപ്തിന്റെ ഭരണാധികാരിയായ നിന്റെയും അതുപോലെ നിന്റെ കീഴിലുള്ള സൈന്യാധിപന്മാരുടെയും ഈ കൊട്ടാര നിവാസികളുടെയും ഈ ഈജിപ്തിലുള്ള മുഴുവൻ ആളുകളുടെയും ഈ ഭൂമിയിൽ വസിക്കുന്ന മുഴുവൻ ജീവജാലങ്ങളുടെയും റബ്ബ്. റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചവനാണ് അവൻ. എല്ലാത്തിനെയും സൃഷ്ടിച്ചു. എല്ലാം അവന്റെ പടപ്പുകളാണ്. വെറുതെ സൃഷ്ടിക്കുക മാത്രല്ല, വെറുതെ പടക്കുക മാത്രല്ല, പിന്നെ അതിനാവശ്യമായ ജീവിത മാർഗം കാണിച്ചു കൊടുത്തു. നിസ്സാരമായൊരു ഉറുമ്പ് അല്ലെ, വളരെ നിസ്സാരമായ ഒരു ജീവിയാ ഉറുമ്പ്. അതിന്റെ പുറകിൽ ഒരു ക്യാമറയായിട്ട് നടന്നാലോ അത്ഭുതമാണ്, ലോകത്തിന് അത്ഭുതമാണ്. നാഷണൽ ജിയോഗ്രഫി ചാനൽ, ആ ചാനലുകൾ വളരെയധികം പോപ്പുലറായി, വേൾഡ് വൈഡായി, വ്യാപകമായി. കാരണം എന്താ, ലോകത്തുള്ള ഏത് മനുഷ്യനത് കണ്ടാൽ കൗതുകമാണ്. എന്തേ സംഭവിച്ചത്? ആരെങ്കിലും അഭിനയിച്ചതാണോ? അല്ല. ലോകത്തറിയപ്പെട്ട ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അഭിനയം പകർത്തുകയാണോ? അല്ല. നേരെ മറിച്ച് ലോകത്തുള്ള വളരെയധികം അത്ഭുതം സൃഷ്ടിക്കുന്ന ജീവജാലങ്ങളുടെ പിന്നാലെ മനുഷ്യൻ ഒരു ക്യാമറയുമായി പോയതാണ്. ഒരു ചിതൽപുറ്റ്, ആ ചിതൽപുറ്റിനെ രണ്ടായി പകുത്താൽ അതിനാധുനികമായ സംവിധാനങ്ങളോടെ ആധുനിക മനുഷ്യൻ രൂപീകരിച്ച എഞ്ചിനീയറിംഗ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അവൻ പടുത്തുയർത്തുന്ന പടുകൂറ്റൻ ഫ്ലാറ്റിന്റെ സംവിധാനങ്ങൾ മുഴുവനും ഒരു ചെതൽപുറ്റിന്റെ ഉള്ളിൽ. മനസ്സിലാക്കണം, ഒരു ചെതൽപുറ്റ് രണ്ടായി പകുത്തു നോക്കിയപ്പോ അത്ഭുതപ്പെട്ടു പോയി ആളുകൾ, മനുഷ്യർ. കാരണം അവിടെ കോൺഫറൻസ് ഹാളുണ്ട്. അവർക്ക് ചിതലിന് കോൺഫറൻസ് ഹാൾ, ബെഡ്റൂം. മാത്രമല്ല അവർക്ക് സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടി പ്രത്യേകമായ റൂമുകൾ, വേസ്റ്റ് തട്ടാനുള്ള റൂമുകൾ. ഇതൊക്കെ പ്രത്യേകമായി സംവിധാനിച്ചിട്ടാണ് ഒരു ചിതൽപുറ്റുണ്ടാക്കുന്നത്. ആ ചിതലിന് വളരെ നിസ്സാരമായ ആ ജീവിക്ക് ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി പഠിച്ചിട്ട് എഞ്ചിനീയറിംഗ് പാസ്സാകാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ടോ? ഇല്ല. ചിതലിന് വേണ്ടി ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജ് നടത്തുന്നുണ്ടോ? ഇല്ല. പക്ഷെ അവ്യക്തമായി ഒരു ആധുനിക മനുഷ്യൻ നിർമ്മിക്കുന്ന അതിനാധുനികമായ ഫ്ലാറ്റുകളെ വെല്ലുന്ന ഒരു വീട് അല്ലെങ്കിൽ ഒരു ചിതൽപുറ്റ് നിർമ്മിക്കുവാൻ ചിതലിന് കഴിവ് കൊടുത്തവൻ അല്ലാഹു. ജാമിതീയമായ വ്യവസ്ഥയിൽ ഒരു കണക്കും പഠിച്ചിട്ടില്ല, ഒരു മാത്സും പഠിച്ചിട്ടില്ല, ആ കണക്കിന്റെ സങ്കീർണമായ മേഖലകളിലൂടെ കടന്നുപോയിട്ടില്ല, ഐൻസ്റ്റീന്റെ ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് ഒരു തേനീച്ച ജാമിതീയമായ രൂപത്തിൽ തന്റെ കൂട് സംവിധാനിക്കുന്നത്, ഒരു തേനീച്ചയുടെ കൂട് സംവിധാനിക്കുന്നത് ആ തേനീച്ചയെ സൃഷ്ടിച്ച റബ്ബ് ആ തേനീച്ചക്ക് കൊടുത്ത ബോധനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത്ഭുതമാണ്. തേനീച്ച മനുഷ്യരെ ഇന്നും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതേ നദിക്കരയിൽ എയർ കണ്ടീഷൻ ചെയ്ത വീടുകൾ നിർമ്മിക്കുന്ന ബീവർ, എ സി ഉള്ള വീട് നിർമ്മിക്കുന്ന ബീവർ എ സി ഉണ്ടാക്കും, എ സി ഉള്ള വീടുണ്ടാക്കും, നല്ല തണുപ്പുള്ള വീട്, ആ വീടുണ്ടാക്കും. ബീവർ എന്ന ചെറിയ ഒരു ജീവി അത് എയർ കണ്ടീഷൻ ചെയ്ത വീട്ടിലാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ ആ സംവിധാനം, ആ സിസ്റ്റം ആ ബീവർ എന്ന ചെറിയ ജീവിക്ക് പഠിപ്പിച്ചു കൊടുത്തവൻ അവനാണ് അല്ലാഹു. നമുക്കറിയാം ആധുനിക പറപ്പിക്കാൻ കാരണം ആകാശ വഴികളുണ്ട്. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് എത്തിച്ചേരുവാൻ വളരെ എളുപ്പമുള്ള വഴികൾ. ആ വഴികൾ നമുക്കറിയാം. ഏറ്റവും സുഖമായി കൈകാര്യം ചെയ്യുന്ന ദേശാപക്ഷികളാണ്. 10 കിലോമീറ്റർ ആടിൽ നിന്ന് ആ വഴികളിലെ അല്ലാഹു ആ റൂട്ട് മാപ്പ് അല്ലാഹു എത്ര വിശാലമായ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്ന മറുപടിയാണ് മഹാനായ മൂസാ നബി പറയുന്നത്. ഓ ഫറോവ, നിന്റെ റബ്ബ് എന്റെ റബ്ബ്, നമ്മുടെ എല്ലാവരുടെയും റബ്ബ്, വർഗീയത ഇല്ലാത്തവനായ റബ്ബ്, റബ്ബുനല്ലദീ
എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെതായ സൃഷ്ടിപ്പ് നൽകുകയും അവക്ക് ജീവിതമാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്തവനാരോ അവനാണ് നമ്മുടെ റബ്ബെന്ന് ഫറോവ. ആ ഫറോവയുടെ മുഖത്ത് നോക്കി മഹാനായ മൂസ അലൈഹിസ്സലാം പറയുമ്പോ ഉടൻ തന്നെ ഫറോവയുടെ മറുചോദ്യം, അന്ധവിശ്വാസിയുടെ മറുചോദ്യം വന്നു. ആ വിശ്വാസം ശരിയല്ലാത്തവന്റെ മറുചോദ്യം വന്നു. എന്താ മറുചോദ്യം? മൂസ, നീ പറയുന്നത് പോലെയാണെങ്കിൽ ഫമാ ബാലുൽ ഖുറൂനിൽ ഊലാ, നമ്മുടെ വല്യാപ്പയുടെ അവസ്ഥ എന്താണ്? നമ്മുടെ വല്യാപ്പയുടെ അവസ്ഥ എന്താണ്? നിങ്ങൾ ആലോചിച്ച് ലോകത്തെ ഏത് അന്ധവിശ്വാസിയും ആദ്യം തൗഹീദ് കേൾക്കുമ്പോ, ദീൻ കേൾക്കുമ്പോ, വിശ്വാസം കേൾക്കുമ്പോ തിരിച്ചു ചോദിക്കുന്ന ചോദ്യം അത് അന്ധവിശ്വാസിയുടെ ചോദ്യമാണ്. ഫമാ ബാലുൽ ഖുറൂനിൽ ഊലാ, നീ പറയുന്നതാണ് ശരിയെങ്കിൽ, ഇതാണ് റബ്ബെങ്കിൽ നമ്മുടെ വല്യാപ്പാന്റെ അവസ്ഥ എന്താണ്? ഇതാ ഫറോവക്കറിയുണ്ട്. വേറൊന്നും അറിയണ്ട, മൂപ്പർക്ക് തെളിവും വേണ്ട, ആയത്തും വേണ്ട, തൗത്തും വേണ്ട, ഹദീസും വേണ്ട, മൂസാ നബിയുടെ വർത്താനത്തിലെ ആഴവും മനസ്സിലാക്കണ്ട, പരപ്പും മനസ്സിലാക്കണ്ട. ഒറ്റ ചോദ്യം, ഒറ്റ മറുപടി കിട്ടണം. ഫമാ ബാലുൽ ഖുറൂനിൽ ഊലാ, വല്യാപ്പാന്റെ അവസ്ഥ എന്താണ്? അതിന് മൂസാ നബി പറയുന്ന മറുപടി ഉണ്ട്. എല്ലാ നബിമാരോടും ഏകദേശം ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യം. ഇബ്രാഹിം നബിയോട് ചോദിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി വേറെ മറുപടി കൊടുത്തു. അത് കടുപ്പുള്ള മറുപടിയാ, ഒരല്പം കടുപ്പുള്ള മറുപടി ഇബ്രാഹിം നബി ആ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞത്. ഇബ്രാഹിം നബി പറഞ്ഞ മറുപടി, നിന്നെ പോലെയാണ് നിന്റെ വല്യാപ്പയെങ്കിൽ കുറിച്ചോർത്ത് നീ വിഷമിക്കണ്ട. നിനക്ക് മുമ്പ് കഴിഞ്ഞുപോയ തലമുറകളെ കുറിച്ചോർത്ത് നീ വിഷമിക്കണ്ട. കാരണം നിന്റെ വല്യാപ്പാടെ ഫുൾ ഡീറ്റെയിൽസും ചെയ്തത് അവരുടെ അടക്കവും അനക്കവും എന്റെ റബ്ബ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫീ കിതാബിൻ, വ്യക്തമായ രേഖയായി തന്നെ. ലാ റബ്ബി വലാ യൻസാ, എന്റെ റബ്ബിനെ മറക്കൂല ഫറോവ, എന്റെ റബ്ബിനെ മറക്കൂല ഫറോവ. എന്റെ അതിർത്തി പറയോ. പക്ഷാനാഹിസം തൗഹീദുമായി, തൗഹീദിന്റെ പ്രഖ്യാപനവുമായി ഒരു ചുറ്റുകയാണ്, വിശ്വാസി സമൂഹത്തെ വാർത്തെടുക്കുകയാണ്. അവസാനം വിശുദ്ധ ഖുർആൻ പറയുന്നു, ആ രംഗം ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നു, സഹി കെട്ടിട്ട് ഒരു ദിവസം ഫറോവയുടെ മുഴുവനും വിളിച്ചുകൂട്ടുകയാണ്. തന്റെ വിശ്വാസക്കാർ മുഴുവനും വിളിച്ചുകൂട്ടുകയാണ്. തന്നെ എന്തേ ദേഷ്യം പിടിപ്പിക്കാൻ കാരണം? വേറൊന്നുമില്ല, അള്ളാഹിനെ കുറിച്ച് പറഞ്ഞതാണ്, യഥാർത്ഥ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞതാണ്, തൗഹീദ് പറഞ്ഞതാണ്. അത് കേട്ടപ്പോ ഫറോ പറയാണ്, അവർ നമ്മെ ദേഷ്യം പിടിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ കരുതിയിരിക്കണം, അവരെ നമുക്ക് ശരിയാക്കണം, അവരെ നമുക്ക് ഇവിടുന്ന് ഓടിക്കണം. അവർ ചെയ്യുന്നു, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അനുയായികളെയും തുരത്തുവാൻ തീരുമാനിക്കുന്നു. അവരവിടെ പ്ലാൻ ചെയ്യുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിക്ക് വഹി കൊടുക്കുന്നു. വൗഹൈനാ ഇലാ മൂസ അൻ അസ്രി ബി ഇബാദി ഇന്നകും മുത്തബഊൻ. പറയാണ്, രാത്രി എഴുന്നേറ്റ് വിട്ടോളാനാ പറഞ്ഞത്. അൻ അസ്രി ബി ഇബാദി, എന്റെ അടിമകളെയും കൊണ്ട്. അസ്രി എന്ന് പറഞ്ഞ രാത്രി പോവൂ, ഇസ്രാ രാപ്രയാണം നടത്തിക്കോ, രാത്രി പോയിക്കോ. അസ്രി ബി ഇബാദി, എന്റെ അടിമകളെ വിളിച്ച് ഓടിക്കോ എന്നാ പറയുന്നത്. കാരണം ഇന്നക്കും മുത്തബഉൻ, പുറയിൽ ആള് വരുന്നുണ്ട്. മൂസാ നബിയും അനുയായികളും കൂടെ ഓടുകയാണ്. ചരിത്രം ഞാൻ നീട്ടി പറയുന്നില്ല, നമുക്കെല്ലാവർക്കും അറിയാം. ഓടി 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 അവസാനം പോയി നിന്നത് എവിടെയാണ്? മുന്നിൽ നോക്കുമ്പോ കടലിന്റെ മുന്നിലാ പോയി നിന്നത്.
മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്റ്റെക്കായി, അനുയായികളും സ്റ്റെക്കായി. നോക്കുമ്പോ കടല്, ഒന്ന് തിരിഞ്ഞു നോക്കി നോക്കുമ്പോ പുറകിൽ ഫറോവ. ചെകുത്താനും കടലിനും നടുവിൽ എന്നത് അക്ഷരാർത്ഥത്തിൽ അതങ്ങനെ തന്നെ മഹാനായ മൂസാ നബിക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നു. മുന്നിൽ കടൽ, പിന്നിൽ ഫറോവ. മൂസാ നബിയുടെ അനുയായികൾ ഒരു വേള പതറിപ്പോയി. അവര് മൂസാ നബിയോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റകൂൻ. മൂസാ, നമ്മൾ പിടിക്കപ്പെട്ടതന്നെ, ഇനി രക്ഷയില്ല കേട്ടോ, ഇനി രക്ഷയില്ല. ഒന്നുകിൽ കടൽ ചാടി ചാകണം, ഇനി ചത്തില്ല ഇവിടെ നിന്ന് തന്നെ വിചാരിച്ചു വന്ന് കൊന്നോളൂ. രണ്ടിലൊന്ന് ഇവിടെ സംഭവിക്കും. ഇന്നാല മുദ്റകൂൻ, നാം പിടിക്കപ്പെട്ടതു തന്നെ. അവിടെയാണ് മൂസാ നബി മാതൃകയാകുന്നത്. അവിടെയാണ് മൂസാ നബിയുടെ വിശ്വാസത്തിന്റെ കരുത്ത് അത് തെളിയുന്നത്. എന്താ മൂസാ നബി പറഞ്ഞത്? ആളുകൾ ബേജാറായപ്പോ പറഞ്ഞത്, കല്ല ഇന്ന മഈ റബ്ബി ഇന്ന മഈ റബ്ബി സയഹ്ദീൻ. നിങ്ങൾ ബേജാറാകണ്ട, നിങ്ങൾ വിഷമിക്കണ്ട. ഇന്ന മഅയ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. സയഹ്ദീൻ, അവൻ എനിക്കൊരു വഴി കാട്ടിത്തരും. നിങ്ങൾ ബേജാറാകണ്ട. ഏത് ഫറോവയായാലും ഏത് കടലായാലും അത് മുഴുവനും തരണം ചെയ്യാൻ എന്റെ റബ്ബ് എന്റെ കൂടെയുള്ളിടത്തോളം എനിക്ക് ബേജാറില്ല, പ്രയാസമില്ല. സയഹ്ദീൻ, അവൻ എനിക്കൊരു വഴി കാട്ടിത്തരും. നിങ്ങൾ വിഷമിക്കരുതെന്ന് മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അവിടെ വെച്ചുകൊണ്ട് പറയുകയാണ്. അതാണ് യഥാർത്ഥ വിശ്വാസമുള്ളവന്റെ കരുത്ത്, ഈമാനുള്ളവന്റെ കരുത്ത്, പ്രപഞ്ചത്തിന്റെ നാഥനിൽ വിശ്വസിച്ചവന്റെ കരുത്ത്. അവൻ ഉറച്ചു നിൽക്കുകയാണ്, തൗഹീദിൽ പതറുകയല്ല, ആദർശത്തിൽ പതറുകയല്ല. അതേ, അവൻ അവിവേകിയാവുകയല്ല, ചകിതനാവുകയല്ല. നേരെ മറിച്ച് അവൻ ഉറച്ചു നിൽക്കുമ്പോ അള്ളാഹുവിന്റെ സഹായം വന്നു. ഖുർആൻ രേഖപ്പെടുത്തി, ഫഔഹൈനാ ഇലാ മൂസ അൻളിബ് ബിഅസാകൽ ബഹർ. മൂസ, നിന്റെ കയ്യിലുള്ള വടി കൊണ്ട് കടലടിക്കൂ എന്ന് അള്ളാഹുവിന്റെ വഹി വരുമ്പോൾ ഇതാ മൂസാ നബി കടലടിക്കുന്നു. ഫൻഫലഖ, കടൽ രണ്ടായി പിളർന്നു മാറുന്നു. മൂസാ അലൈഹിസ്സലാം നേരെ പോയി മുന്നോട്ട്. ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, കടൽ രണ്ടായി ഇങ്ങനെ പിളർന്നു കണ്ടപ്പോ ഫറോവ പറഞ്ഞത്രേ, എന്നെ കണ്ടപ്പോ കടല് ബഹുമാനിക്കുന്നത് കണ്ടോ, എന്നെ കണ്ടപ്പോ കടല് പോലും എന്നെ ബഹുമാനിക്കുന്നത് കണ്ടോ എന്ന് ഫറോവ പറഞ്ഞു എന്ന് ചില ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. ഞാൻ ചരിത്രം നീട്ടി പറയലല്ല, അതല്ല എന്റെ ഉദ്ദേശം. നേരെ മറിച്ച് മൂസാ അലൈഹിസ്സലാം അതിൽ വഴി അങ്ങോട്ട് പോയി. പുറകെ ഫറോവ വന്നു. ആ ഫറോവ ആ ചെങ്കടലിൽ മുക്കി കൊന്നുപടച്ച റബ്ബ്, ലോകാവസാനം വരെയുള്ള സർവ മനുഷ്യർക്കും അടയാളമായി, ദൃഷ്ടാന്തമായി ആ ഫറോവയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ബാക്കിയാക്കി ഒരു ഇബ്റത്തായി, ഒരു സന്ദേശമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഫറോവയെ ഈ ലോകത്ത് ബാക്കിയാക്കി. മൂസാ അലൈഹിസ്സലാമും വിശ്വാസികളും രക്ഷപ്പെട്ടു. ഇനി കൂട്ടത്തിൽ ഒരു അന്ധവിശ്വാസമില്ല. തൗഹീദുള്ള, സുന്നത്തുള്ള, മൂസാ നബിയുടെ അനുയായികളായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസാ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ മാത്രം ഒരു പ്രശ്നമില്ല, ഒരു ബേജാറും ഇല്ല, സന്തോഷമായി. ഇനിയൊരു ഫറോവയും വരൂല, സ്വസ്ഥമായുടെ ജീവിക്കാം. ആ ഘട്ടത്തിൽ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ഇതാ തന്റെ ജനതയോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്ക്, നമുക്ക് തൗറാത്ത് വേണം, വേദഗ്രന്ഥം വേണം, വേദഗ്രന്ഥം വേണം. ചില ആളുകൾ പറയും ഖുർആൻ മാത്രം മതി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, ഇവിടെ ഉണ്ടോന്ന് അറിയില്ല, ചിലയിടത്ത് വളരെ കുറച്ചുള്ളത്. അപ്പോ ഖുർആൻ മാത്രം മതി, വേദഗ്രന്ഥം മാത്രം മതി, വേറൊന്നും വേണ്ട, വേദഗ്രന്ഥം അല്ലേ വേണ്ടതുള്ളൂ, അത് മാത്രം മതി എന്ന് പറയുന്ന ആളുകളുണ്ട്. കൂട്ടരെ, അത്രയും കാലം ഫറോവ ചാകുന്നത് വരെ മൂസാ നബിക്ക് തൗറാത്ത് കിട്ടിയിട്ടില്ല. വഹി കിട്ടുന്നുണ്ട്, നിർദ്ദേശം കിട്ടുന്നുണ്ട്, അള്ളാഹുവിന്റെ വഹി അനുസരിച്ച് മൂസാ നബി വർക്ക് ചെയ്തത്, പ്രവർത്തിച്ചതൊക്കെ. തൗറാത്ത് കയ്യിലില്ല. അപ്പൊ വേദഗ്രന്ഥമല്ലാത്ത വഹി പ്രവാചകന്മാർക്കുണ്ട്. അതിന് വലിയ ഒരു തെളിവാണിത്. എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കൂടുതൽ കയറുന്നില്ല, നമ്മൾ പഠിച്ചിരിക്കുക, ഓർത്തിരിക്കുക. മൂസാ അലൈഹിസ്സലാം ആ ജനതയോട് പറഞ്ഞു, തൗറാത്ത് വാങ്ങാം, ആ തൗറാത്ത് വാങ്ങി വരാം. അങ്ങനെ തൗറാത്ത് വാങ്ങാൻ വേണ്ടി മഹാനായ മൂസാ അലൈഹിസ്സലാം 40 ദിവസത്തെ ലീവ് എടുത്തുകൊണ്ട് പോവുകയാണ്. അങ്ങോട്ട് തൂർസിനാ പർവ്വതത്തിലേക്ക്. ആ തൂർസിനാ പർവ്വതത്തിലേക്ക് മഹാനായ മൂസാ അലൈഹിസ്സലാം കടന്നു ചെല്ലുമ്പോ മൂസാ അലൈഹിസ്സലാം ധൃതി വെച്ച് കടന്നു വരുന്നത് കാണുമ്പോ പടച്ച റബ്ബ് മൂസാ നബിയോട് ചോദിക്കുകയാണ്, വമാ അഅജലക അൻ ഖൗമിക യാ മൂസാ, എന്തേ മൂസാ നീ ധൃതി വെച്ചുകൊണ്ട് ഇങ്ങോട്ടോടി വന്നത്? എന്തേ ധൃതി വെച്ചുകൊണ്ട് നീ ഇങ്ങോട്ട് വന്നത്? ആ ഘട്ടത്തിൽ മൂസാ നബി തന്റെ അനുയായികളെ കുറിച്ചുള്ള ആ ശുഭപ്രതീക്ഷ അവതരിപ്പിക്കുകയാണ് റബ്ബിന്റെ മുന്നിലേക്ക്. എന്താ മൂസാ നബി പറയുന്നത്? ഖാലഹും ഉലാഇ അലാ അസരി വഅജിൽതു ഇലൈക റബ്ബി ലിതർളാ.
അല്ലാഹുവേ, ഞാൻ ധൃതി വെച്ച് വന്നത് ഞാൻ പ്രവർത്തിക്കുന്നത് പോലെ എന്റെ കാലുകളെ അങ്ങനെ തന്നെ പിൻപറ്റുന്ന ഒരു നല്ല ജനതയെ ബാക്കിയാക്കി വെച്ചിട്ടാണ്. ഞാൻ പറയുന്നത് എന്തും അനുസരിക്കുന്ന ഒരു വിഭാഗം അനുയായികൾ എനിക്കുണ്ട് അല്ലാ. അതുകൊണ്ട് വാജിൽതു ഇലൈക റബ്ബി ലിതർളാ, കൂടുതൽ നിന്നെ തൃപ്തി കരഗതമാക്കുവാൻ, ആ നിനക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട നിയമങ്ങൾ, അത് രേഖപ്പെടുത്തിയ തൗറാത്ത് വാങ്ങാൻ വേണ്ടി ധൃതി വെച്ചുകൊണ്ട് വന്നതാണ് അല്ലാ. അതുകൊണ്ട് റബ്ബേ, നല്ല ഒരു ജനത നമുക്ക് മുന്നിലുണ്ട്, എനിക്ക് മുന്നിലുണ്ട്, അവരെ ഞാനിതാ വാർത്തെടുത്തിട്ടുണ്ട് എന്ന് മഹാനായ മൂസ അലൈഹിസ്സലാം തന്റെ അനുയായികളെ കുറിച്ച് റബ്ബിനോട് ഡംബ് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടൻ തന്നെ മൂസാ നബിക്ക് മറുപടി പറഞ്ഞു കൊടുക്കുന്നു. മൂസാ, നീ വിചാരിച്ചതുപോലെ അല്ല കാര്യം. നേരെ മറിച്ച് അവിടെ നിന്ന് നീങ്ങി പുറപ്പെട്ട് കഴിഞ്ഞപ്പോ ഫഇന്നാ ഖദ് ഫതന്നാ ഖൗമക മിൻ ബഅദിക വഅദല്ലഹുമുസ് സാമിരീ. ഖുർആൻ പറയാണ്, നീ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞപ്പോ നിന്റെ ജനതയെ പിഴപ്പിച്ചു കളഞ്ഞു. ആര് പിഴപ്പിച്ചു കളഞ്ഞു? അതെ, നിന്റെ ശിഷ്യൻ തന്നെ പിഴപ്പിച്ചു കളഞ്ഞു. നിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ സാമിരി എന്ന് പറഞ്ഞൊരുത്തനുണ്ടായിരുന്നല്ലോ, നിന്റെ അനുയായി തന്നെയായിരുന്നല്ലോ അയാള്. ആ സാമിരിയാണ് അവരെ പിഴപ്പിച്ചത്. പുറത്തുനിന്ന് ആളിറങ്ങേണ്ടി വന്നില്ല. ആഴ്ചയൊക്കെ ഉള്ളിൽ നല്ല ആള്, മൂസാനബിയുടെ ശിഷ്യന്മാരിൽ തന്നെ ആള്. എന്തിനാ? അതിന്റെ ഇടക്ക് അന്ധവിശ്വാസം കൊണ്ടുവരാൻ. ഏത് കാലത്തും ഇങ്ങനെയാണ് കൂട്ടരെ. ഇത് പടച്ചതിന് വല്ലാത്തൊരു പരീക്ഷണമാണ്. മൂസാ നബി 40 ദിവസം ലീവ് എടുത്ത് പോയിട്ട് ആ തുരിസിന പുറത്ത് എത്തുമ്പോൾ തന്നെ ഇൻഫർമേഷൻ കിട്ടാണ്. പോയി പോയി ജനത പോയി. എന്താ സാമരി ചെയ്തത്? മൂസാ നബി ഒരുപാട് പഠിപ്പിച്ച മൂസാ അലൈഹിസ്സലാം ആ നിലക്ക് അധ്വാനിച്ച് പണിപ്പെട്ട് അവസാനം ഇറങ്ങി ഓടി, പാതിരാത്രി ഇറങ്ങി ഓടി ചെങ്കടലിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടി വന്നു. അവിടെയും പതറാതെ ചെങ്കടൽ അടിച്ച് അത് അത്ഭുതകരമായി ഇത് പിളർന്നു നിൽക്കുന്നത് കണ്ണുകൊണ്ട് കണ്ട് അവിടുന്ന് മുന്നോട്ട് പോയി. അതിനുള്ളിൽ 1000 ദൃഷ്ടാന്തങ്ങൾ വേറെ കണ്ട് അങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പ്രയാസം സഹിച്ച് ത്യാഗം സഹിച്ച് ഒരു ജനതയെ വാർത്തെടുത്തുവെങ്കിൽ ആ ജനതയെ പിഴപ്പിക്കാൻ സാമരിക്ക് ഒരുപാട് സമയം എടുക്കേണ്ടി വന്നില്ല. നേരെ മറിച്ച് മൂസാ നബി അങ്ങ് പോയ തക്കത്തിന് സാമരി ചോദിച്ചു, അല്ല നിങ്ങളുടെ കയ്യിൽ സ്വർണ്ണം ഉണ്ടോ എന്ന് ചോദിച്ചു. സ്വർണ്ണം ഉണ്ടോ? അപ്പൊ ഈജിപ്തിൽ നിന്ന് വന്നതാ. കുറെ ആളുകളുടെ ഭണ്ഡാരത്തിലുണ്ട് സ്വർണം, വേറെ കുറെ ആളുകളുടെ കഴുത്തിലും കാതിലും ഒക്കെ ഉണ്ട് സ്വർണം. ആളുകൾ പറഞ്ഞു സ്വർണ്ണം ഉണ്ട്, എങ്കിൽ വേഗം ഉരുത്താന്ന് പറഞ്ഞു. സാമരി ഊരി വാങ്ങി. എന്നിട്ട് അത് ഉരുക്കിയിട്ട് ഒരു കാളക്കുട്ടി ഉണ്ടാക്കി. മുക്കറിടുന്നൊരു തരം കാളക്കുട്ടി. അയാളുടെ കലാവിരുദ്ധ കൊണ്ട് അയാൾ ഉണ്ടാക്കിയൊരു ഒരു കാളക്കുട്ടിയാണ്. ആ സ്വർണ്ണം ഉരുക്കി കാളക്കുട്ടി ഉണ്ടാക്കി വെച്ചിട്ട് സാമരി അതിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, എന്താ സാധനം എന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു. ആളുകൾ പറഞ്ഞത് കാളക്കുട്ടി. അതൊന്നുമല്ല, നേരെ മറിച്ച് ആ ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നിട്ട് മൂസ പറഞ്ഞ ഇലാഹിനെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ? ആ ഇലാഹിനെ നിങ്ങൾക്കറിയുമോ? എങ്കിൽ കണ്ടോളൂ. ഹാദാ ഇലാഹുക്കും വ ഇലാഹു മൂസാ, ഇതാണ് നിങ്ങളുടെ ഇലാഹും അതുപോലെ തന്നെ നിങ്ങളെ നയിച്ച മൂസയുടെ ഇലാഹും എന്ന് പറഞ്ഞപ്പോ അടിച്ചൊക്കെ ആ കൂടിയ ഭൂരിപക്ഷ ആളുകളും സാമിയുടെ കൂടായി. സാമിയുടെ കൂടെ പോയി. അവിടെ ആരുണ്ട്? ഹാറൂൻ അലൈഹിസ്സലാം ഉണ്ട്. ഹാറൂൻ അലൈഹിസ്സലാം പറഞ്ഞു നോക്കി അവരോട്, അല്ല വെയിറ്റ് ചെയ്യ, നിങ്ങള് 40 ദിവസത്തേക്ക് മൂപ്പര് പോയതല്ലേ, ഇവിടുന്ന് വന്നോട്ടെ, ഇങ്ങോട്ട് ഒന്ന് വെയിറ്റ് ചെയ്തൂടെ, ഒന്ന് കാത്തിരുന്നൂടെ? പറ്റൂല, കിത്മാനിൽ ഇൽമു പറിച്ചൊക്കെ പറ്റൂല, അറിഞ്ഞ അപ്പൊ തന്നെ മൂപ്പര് വരണ്ട, ഇൽമു പൂടി വെക്കാറും പറ്റൂല, ഇപ്പൊ തന്നെ സത്യം ഇതാണ്, ഹക്ക് ഇതാണ്. നേരെ എല്ലാം കൂടെ സാമിയുടെ പിന്നാലെ പോയി. ഖുർആൻ പറയാണ്, മൂസാ നബി ഈ വിവരം അറിഞ്ഞിട്ട് മടങ്ങി വരുന്ന രംഗത്തെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. മൂസാ അലൈഹിസ്സലാം മടങ്ങി വരുന്ന രംഗത്തെ കുറിച്ച് ഖുർആൻ രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് അറിഞ്ഞിട്ട്, തന്റെ ജനത പിഴച്ചുപോയത് അറിഞ്ഞിട്ട് ആ മനുഷ്യന്റെ, ആ പ്രവാചകന്റെ ഖൽബ് പിടച്ചുപോയി. ഖുർആൻ പറയണം, വലമ്മാ റജഅ മൂസാ ഇലാ ഖൗമിഹി വൽബാന അസിഫ, നിരാശനായി, നിരാശ പൂണ്ട് അങ്ങേറ്റം നിരാശനായി, ദേഷ്യം പിടിച്ച് മഹാനായ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സമൂഹത്തിനിടയിലേക്ക് ഇറങ്ങി വരികയാണ്, തിരിച്ചു വരികയാണ്. തിരിച്ചു വന്ന് നോക്കുമ്പോ ഇതാ കാണുന്നത്. സംഗതി ശരിയാണ്, കാളക്കുട്ടി വെച്ചിട്ട് ഇതാണ് ഇലാഹ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. മൂസാ നബിക്ക് ദേഷ്യം പിടിച്ചു. വാൽഖൽ അൽവാഹ്, തൗറാത്തിന്റെ ഏടുണ്ട് കയ്യില്, അത് എറിഞ്ഞു മൂസാ അലൈഹിസ്സലാം.
പറയണം അത് നിലത്തിട്ടു മൂസാ അലൈഹിസ്സലാം. എന്തൊരു ജനതയാണിത്! എങ്ങനെയായത്? അത്ര പിടിച്ചാടി പോയത് മൂസ ഉമ്മോനെ ഞാൻ നിരപരാധിയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എന്നെ കൊല്ലാറായി അവര്. അവസാനം ഞാൻ നിസ്സഹായകനായി പോയതാണ്. ഒരിക്കലും എന്നെ ശത്രുക്കൾക്ക് സന്തോഷമാകുന്ന രൂപത്തിൽ നീ എന്നെ ചീത്ത പറയരുത്. വലാ തജഅൽനി മഅൽ ഖൗമിൽ ളാലിമീൻ. ഒരിക്കലും ഞാൻ അക്രമിയിൽപ്പെട്ടിട്ടില്ല, ഞാൻ ആവതിനെ എതിർത്തിട്ടുണ്ട് എന്ന് മഹാനായ ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്. വല്ലാത്തൊരു രംഗാണത്. ഖുർആൻ ആ രംഗം ഇങ്ങനെ വിശദീകരിച്ചു തരാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഞാൻ ഓർമ്മിപ്പിച്ചത്, ഇത് ഞാൻ സൂചിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഏതൊരു ജനതയും അവരെ വിശ്വാസത്തിലേക്ക് അള്ളാഹു വലിച്ചുകൊണ്ടുവരും. അതൊരുപാട് ത്യാഗമുള്ള പണിയാണ്. ഒരാളെ ഹൃദയത്തിൽ കടന്ന് അവന്റെ മനസ്സിലെ ആ അഴുക്കുകൾ നീക്കി അവനെ സംസ്കരിച്ച് അവനെ ഒരു വഴിയിൽ കൊണ്ടുവന്ന് നിർത്തുക എന്നുള്ളത് വളരെ അധ്വാനമുള്ള, ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് വളരെ പ്രയാസമുള്ള പണിയാണ്. അതിങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നേരെ വരും സാമരിക്ക് വലിയ പണിയൊന്നും ഉണ്ടാവില്ല. സാമരി ഇങ്ങനെ വരിക, ഒരു വിശ്വാസം കണ്ട് പറയാ, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലോ ഈ നന്നാക്കി കൊണ്ടുവന്ന ആളുകൾ അപ്പൊ കേടാവുകയാണ്, അപ്പോൾ തന്നെ കേടാവാണ്, ഭൂരിഭാഗം കേടായിപ്പോവാണ്. ഇത് ലോകത്ത് അനുസൂതം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് എന്നും അന്ധവിശ്വാസങ്ങൾക്ക്, നിങ്ങൾ ആലോചിക്കണം, വളരെ ചെറിയ ഒരു വിഗ്രഹം എടുത്ത് ഒരു കാളക്കുട്ടി ഉണ്ടാക്കി വെച്ച് ഇതാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച റബ്ബ്, നിങ്ങളുടെ ഇലാഹ് എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ മാത്രം മൂഢത്വത്തിലേക്ക് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും മാറിപ്പോകും. ഇത് ഖുർആൻ നമുക്ക് പറഞ്ഞു തരിക. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ വിശ്വാസത്തെ ഏറ്റവും ഉന്നതമായ സംസ്കാരം റസൂലുള്ള പകർന്നു തന്നിട്ട് പ്രവാചകൻ പറയുന്നൊരു വാചകമുണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾക്കറിയാം ലോകത്തെ ഏറ്റവും ഉന്നതനായ മനുഷ്യൻ ആരാണ്? പ്രവാചകൻ പറയുന്നൊരു വാചകമുണ്ട്. ഞാൻ പഠിപ്പിച്ചു തരുന്ന സുന്ദരമായി മാർഗത്തെ നിങ്ങൾ പോകും. നബി പറയാണ്, ഞാൻ നല്ലൊരു സംസ്കാരം നിങ്ങളെ പഠിപ്പിച്ചു, ഏറ്റവും നല്ല സാമ്പത്തിക വ്യവസ്ഥ നിങ്ങൾക്ക് കൈമാറി, ചൂഷണില്ലാത്ത സാമ്പത്തിക വ്യവസ്ഥ റസൂലുള്ള കൈമാറി തന്നു. ഏറ്റവും നല്ലൊരു കുടുംബജീവിതം നബി
നമുക്ക് പഠിപ്പിച്ചു തന്നു. ഏറ്റവും നല്ലൊരു കുടുംബ ജീവിതം ഉണ്ടോ? എന്റെ ഉമ്മത്തിന് പ്രയാസകരമാകുമായിരുന്നില്ലെങ്കിൽ എല്ലാ വുളൂഇന്റെ കൂടെയും പല ആ ടേബിൾ മാനേഴ്സ് എങ്ങനെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 14 മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലേ? അങ്ങനെ അടക്കം അനക്കവും അവസാനം ഒരാൾ വിരിപ്പിൽ പോയി കിടന്നാൽ അതുവരെ പറയണം അങ്ങ് പോരാ. നേരെ മറിച്ച് വുളു എടുക്കുമ്പോ കിടക്കാനാ പോണതെങ്കിലും നീ നമസ്കരിക്കാൻ വുളു എടുക്കണ പോലെ വുളു എടുക്കും. നമസ്കരിക്കുമ്പോ വുളു എടുക്കണം പോലെ തന്നെ വുളു എടുക്ക്. അങ്ങനെ അവിടുന്ന് അയാൾ വുളു എടുത്തു. വുളു എടുത്ത് ഇനി കഴിഞ്ഞു ഇനി കിടക്കാലോ. അയാൾ കിടക്കാൻ വരുമ്പോ അങ്ങനെ വരട്ടെ, കിടക്കരുത്. നേരെ കിടക്കുമ്പോ ഭാഗം ചരിഞ്ഞു കിടക്കാണ്. കിടക്കുമ്പോ പറയാൻ എന്തായാലും ഇന്ന് കുറെ സംസാരിച്ചില്ലേ, റഹ്ബതൻ വറഹ്ബതൻ ഇലൈക് ലാ മൻജഅ വലാ മൽജഅ മിൻക ഇല്ലാ ഇലൈക് ആമന്തു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത. അതൊന്ന് പറഞ്ഞേക്ക്. നബി പറയാണ്, അത് പറയാൻ നബി പറഞ്ഞു. എന്നിട്ട് നബി പഠിപ്പിക്കണം, മോനെ ചിലപ്പോ ഈ രാത്രിയിൽ ഉറക്കത്തിന് മരിച്ചെന്ന് വരാം, നാളത്തെ രാവിലെ നീ എഴുന്നേറ്റില്ലെന്ന് വരാം. ഈ ഉറക്കിൽ നീ ഇവിടെ കിടന്ന് നീ മരിച്ചാൽ ഇങ്ങനെ കിടന്നിട്ടാണ്, ഇത് പറഞ്ഞിട്ടാണ് നീ കിടന്നതെങ്കിൽ മോനെ ഫഇൻ മുത്ത അലൽ ഫിത്ര, ഇവിടെ കിടന്ന് നീ മരിച്ചാൽ ശുദ്ധ പ്രകൃതിയിൽ നിനക്ക് മരിക്കാൻ കഴിയും. ഉമ്മ നിന്നെ പ്രസവിച്ചപ്പോഴുള്ള ആ ശുദ്ധതയിൽ, ആ ശുദ്ധ പ്രകൃതിയിൽ നിനക്ക് ഈ ലോകത്ത് നിന്ന് യാത്രയാകാൻ കഴിയും. അതുകൊണ്ട് ഫജഅൽഹുന്ന ആഖിറ മാ തഖൂൽ, ഒരു ദിവസം നീ അവസാനം പറയുന്ന വാക്കിതായിരിക്കണം. എന്തോ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു ദിവസത്തിൽ അവസാനം പറയേണ്ട വാചകങ്ങൾ പോലും നബി പഠിപ്പിച്ചതാണ്. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക് വഫവ്വൽതു അംരി ഇലൈക് വഅൽജഅതു ലഹരി ഇലൈക്. അവസാനം ആമന്തു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ, അവിടെ വരെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെടാൻ. ഇത്രയും സുന്ദരമായ ഇടപെടൽ ലോകത്താരും നടത്തിയിട്ടില്ല. ഇത്രയും സുന്ദരമായ ഇടപെടൽ ലോകത്തൊരു നേതാവ് നടത്തിയിട്ടില്ല. എനിക്ക് ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടാവും, ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത്. എന്റെ രാഷ്ട്രീയ നേതാക്കൾക്ക് പലപ്പോഴും റോഡുമേ കാണുമ്പോൾ ചിരിച്ചു കാണിക്കുന്നല്ലാതെ, കൈപൊക്കി കാണിച്ച അയാൾ വിഷു തരുമെന്നല്ലാതെ എന്നെ സംബന്ധിച്ച് അയാൾക്ക് ഒരു വിവരമില്ല. എന്റെ ജീവിതത്തെ മാറ്റാൻ അയാളൊന്നും ചെയ്തിട്ടില്ല. വേണമെങ്കിൽ പഞ്ചായത്ത് റോഡിന്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടാവും, നാട്ടിലെ പൈപ്പ് ലൈനിന്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടാവും. പക്ഷേ എന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഒരു രാഷ്ട്രീയ നേതാവും കടന്നു വന്നിട്ടില്ലെങ്കിൽ എന്റെ അടക്കത്തിലും അനക്കത്തിലും ഇടപെട്ടു ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ പഠിപ്പിച്ചിട്ടാണ് പറയുന്നത്, നിങ്ങൾ ഈ വഴി വിട്ടു പോകട്ടോ, നിങ്ങൾ ഇവിടെ നിൽക്കൂല, ഈ സുന്ദരമായ ആസത്തിൽ നിങ്ങൾ നിൽക്കൂല.
നിങ്ങൾ മാറിപ്പോകും. നിങ്ങൾ വേറെ അന്വേഷിച്ചു പോകും. നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധാരണയുള്ള ആർക്കാന്നറിയാം? നമുക്കാ, മുസ്ലിങ്ങൾക്കാ. ഇസ്ലാം അറിയാത്ത ആർക്കാ? ഏറ്റവും അധികം മുസ്ലിങ്ങൾക്കാ. ശരിയല്ലേ? ഇസ്ലാമിനെ അധികം അറിയാത്ത ആളുകളാണ് മുസ്ലിങ്ങളാണ് അല്ലേ? സഹോദരികളെ കുറിച്ചൊക്കെയാണ്. ഒരു മുസ്ലിം സ്ത്രീയെ വിളിച്ചിട്ട് പർദ്ദ എന്നൊക്കെ പറഞ്ഞാല് എന്തിനാ പർദ്ദ? ചുരിദാർ പോരെ, ഇതാരുണ്ടാക്കിയതാ എന്നൊക്കെ അവർ ചോദിക്കുക. ഇതാരുണ്ടാക്കിയത് എന്തിനാ എന്നൊക്കെ അവർ ചോദിക്കുക അല്ലേ? മാത്രമല്ല ഈ അടുത്ത സമയത്ത് കണ്ടില്ലേ എന്ത് പർദ്ദക്കുള്ളിൽ ഈ ചൂടത്ത് ഉരുകിപ്പോകുന്ന സാഹിത്യകാരി, മലയാളി തറവാട്ടിൽ ജനിച്ച സാഹിത്യകാരി മാധവിക്കുട്ടി എന്ന ആ സ്ത്രീ മുസ്ലിമായിട്ട് മരിച്ച്. ഈ കേരളത്തിലെ പല സാഹിത്യകാരന്മാർക്കും ഉൾക്കൊള്ളാൻ പോലും കഴിഞ്ഞില്ല. എന്തേ? മാധവിക്കുട്ടി എന്ന തറവാടി പെണ്ണ് ഇവിടുത്തെ ഇല്ലത്തിലെ അല്ലെങ്കിൽ ഇല്ലങ്ങളിൽ ഒരു വശ്യമായ മുഖത്തോടെയും ചിരിയോടെയും കഴിയുന്ന ഒരു പെൺകുട്ടിയുടെ വശ്യതയുള്ള മാധവിക്കുട്ടി അവസാനം മരിക്കുമ്പോൾ മുസ്ലിമായി എന്ന് പറഞ്ഞപ്പോ ഇവിടുത്തെ സാഹിത്യകാരന്മാർക്ക് പോലും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം എന്താ? ഇസ്ലാമിനെ പ്രാകൃതമായിട്ട് അവർ മനസ്സിലാക്കിയത്. ആ മാധവിക്കുട്ടി കമലാ സുരയ്യയായപ്പോ കേരളത്തിലെ പ്രമുഖമായ ഒരു മീഡിയ കമലാ സുരയ്യ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. ഇന്ന് നിങ്ങൾക്ക് അത് യൂട്യൂബിൽ കിട്ടും. എന്താ കമലാ സുരയ്യ ഇന്റർവ്യൂ ചെയ്തത്? എന്തേ നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്? എന്തേ ഈ അവസാനത്തിൽ ഈ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോ ആലോചിച്ച് നോക്കുക. പ്രശസ്തിയില്ലാത്ത ഒരാളില്ല, പണമില്ല, ഒരാളല്ല. തറവാടുത്തില്ല.
ഒരാളല്ല. നേരെ മറിച്ച്